നമ്മളെന്ന് പറയുമ്പോൾ നോക്കുകയാണ് TS10 മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള 2 ആർമി കോമ്പോനെ പറ്റിയിട്ടാണ്. സോ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ എയർ അറ്റാക്ക് കോമ്പോൾ, എൻ്റെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് അറ്റാക്ക് കോമ്പോൾ. സോ ബേസിക്കലി നമ്മൾ എയർ അറ്റാക്ക് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് കരുതുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗനാണ്. പക്ഷേ ആക്ച്വലി അതിൻ്റെ ചെറിയ ചേഞ്ച് എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ട്രൂപ്സിനെല്ലാം ചേഞ്ച് നമ്മുടെ സ്പെൽസിലാണ്. സോ നമ്മൾ സ്നാപ്ഡ്രാഗനിൽ മുഴുവൻ ലൈറ്റിംഗ് സ്പെൽസ് ഉപയോഗിക്കുന്നവർ നമ്മൾ ആക്ച്വലി ഇവിടെ 6 ലൈറ്റിംഗ് സ്പെൽ, 3 ഫ്രീ സ്പെൽ ആൻഡ് 1 റേജ് ആണ് ഉപയോഗിക്കുന്നത്. CC നോക്കുകയാണെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ജെയിൻറ്റ് ആൻഡ് 5 ബൗളേഴ്സ്, 1 പോയിസൺ സ്പെൽ ആൻഡ് 1 ലോഗ് ലോഞ്ചറാണ്. സോ ഹീറോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാക്സ് ഒന്നുമില്ല, 28, 27 എന്നുള്ള റേഞ്ചിലാണ്. സോ എന്തായാലും നെക്സ്റ്റ് ആർമി നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഈ ആർമിയിൽ ജസ്റ്റ് ഒന്ന് അറ്റാക്ക് എടുത്ത് കാണിക്കാം. പക്ഷേ എന്തായാലും ചലഞ്ച് ചെയ്യാൻ അറ്റാക്ക് എടുക്കാനാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബേസ് സ്പെക്ക് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് ഞാനിപ്പോൾ നേരത്തെ ഹോംലി ഇലക്ട്രിസിറ്റി എന്ന ബേസ് തന്നെയാണ്. പക്ഷേ ആക്ച്വലി ചേഞ്ച് നോക്കുകയാണെങ്കിൽ 2 സിംഗിൾ ഇൻഫർണോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡിഫൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ മാക്സ് ആണ്. ആൻഡ് എയർ ഡിഫൻസ് മാക്സ് ആണ്. ബാക്കി ഡിഫൻസ് എല്ലാം തന്നെ TS9 മാക്സ് ആണ്. സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ലൈറ്റിംഗ് സ്പെൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി കിട്ടത്തില്ല. പക്ഷേ ബാക്കിയുള്ള ലോഗ് ലോഞ്ചസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കി കൊടുക്കുന്നതനുസരിച്ച് എയർ ഡിഫൻസ് കിട്ടുന്നതാണ്. സോ എന്തായാലും നമ്മൾ പറഞ്ഞ് വെയിറ്റ് ചെയ്തില്ലെങ്കിൽ ഡയറക്റ്റ്ലി നേരെ അറ്റാക്ക് എടുക്കുകയാണ്. സോ നോക്കുകയാണെങ്കിൽ ഗൈസ് ഞാൻ ഫസ്റ്റ് ലൈറ്റിംഗ് സ്പെൽ ഡിപ്ലോയ് ചെയ്തു. സോ മാക്സിമം അത് ബാക്കിയുള്ള ഡിഫൻസ് എല്ലാം തന്നെ കവർ ആവുന്ന രീതിയിൽ ഡിപ്ലോയ് ചെയ്യുക. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോഗ് ലോഞ്ചർ റൈറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നത്. സോ 1 ഡ്രാഗൻ ഇവിടെ ക്ലിയറൻസിന് ഇട്ട് കൊടുത്തു, 1 ഡ്രാഗൻ അഗെയിൻ. സോ നമ്മുടെ ഹീറോസ് എന്തായാലും കുറച്ചും കൂടി ഹോൾഡ് ചെയ്യുക. സോ നമ്മൾ ലോഗ് ലോഞ്ചർ നോക്കുകയാണെങ്കിൽ ഇത് ബാക്കിയുള്ള എല്ലാം തന്നെ എടുത്തിരും. സോ നമ്മൾ റെസ്റ്റ് ഓഫ് ആർമി ജസ്റ്റ് കോറിലോട്ട് മൂവാവുന്ന രീതിക്ക് ഇറക്കി കൊടുക്കുകയാണ്. എല്ലാം തന്നെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്, കിങ്, ക്വീൻ എല്ലാം ഇറക്കി കൊടുക്കും. സോ ജസ്റ്റ് എന്തായാലും എബിലിറ്റി ഹോൾഡ് ചെയ്യുക, ഫ്രീസ് ഹോൾഡ് ചെയ്യുക. അത് 2 ഇൻഫർണോസ് വരുന്ന രീതിക്ക് നമ്മൾ CCയും മറ്റെല്ലാം ഫ്രീസ് ആവുന്ന രീതിക്ക് ജസ്റ്റ് ഇറക്കി കൊടുക്കുക. സോ എന്തായാലും നമ്മളത് എയർ സ്വീപ്പർ എന്നുള്ള പ്രശ്നം നമ്മൾ ലോഗ് ലോഞ്ചർ എടുത്തിരുന്നതാണ്. സോ എന്തായാലും ഫ്രീസ് കുറച്ച് കൂടി വെയിറ്റ് ചെയ്ത് ഇപ്പം അങ്ങോട്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രാപ്സ് എല്ലാം കൂടി അങ്ങ് ഫ്രീസ് ആയിട്ടുണ്ട്. സോ എന്തായാലും കോറിലോട്ട് നമ്മൾ ഡ്രാഗൺസ് വരുമ്പോൾ ആക്ച്വലി നമ്മുടെ റേജ് ഇറക്കി കൊടുക്കുക. സോ എന്തായാലും നല്ല വാല്യൂ ആവുന്നതാണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ബൗളേഴ്സ് നല്ല രീതിക്ക് വാല്യൂ എടുത്ത് തരുന്നുണ്ട്. സോ അതിനൊരു ഫ്രീസും കൂടിയുണ്ട്. സോ എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഡിപ്ലോയ് ചെയ്യാണ്. സോ ക്വീൻ്റെ എബിലിറ്റി ട്രിഗർ, റിങ്ങിൻ്റെ എബിലിറ്റി ട്രിഗർ. സോ എന്തായാലും നല്ല രീതിക്ക് അതോടെ വാല്യൂ എടുത്തിരുന്നതാണ്. സോ നോക്കുകയാണെങ്കിൽ ഇനി ഒരു എയർ ഡിഫൻസ് ലെഫ്റ്റ് ആൻഡ് ഇത് ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ലെഫ്റ്റാണ്. സോ നമ്മുടെ ഡ്രാഗൺസ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ലൈവാണ്. സോ എന്തായാലും നമ്മുടെ ആർമി സിമ്പിളായിട്ട് ഇതിനായിട്ടുള്ള എല്ലാം തന്നെ എടുത്തിരുന്നതാണ്. സോ എന്തായാലും 3 സ്റ്റാർ എന്തായാലും വന്ന് വെയിറ്റ് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ഇനി ഒരു 1 മിനിറ്റ് ടൈം ലെഫ്റ്റാണ്. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈം തരാൻ നോ ചാൻസ് ആണ്. നമ്മുടെ എല്ലാ ആർമി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലൈവാണ്. നോക്കുകയാണെങ്കിൽ ഒരു ഡിഫൻസ് ഉണ്ട്, നമ്മുടെ ഡ്രാഗൺസും മാർക്ക് എല്ലാം കൂടി തന്നെ എടുത്തിരുന്നതാണ്. കേസത്തെ ക്വീൻ എയർ ഡിഫൻസായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റാക്ക് നമ്മൾ 3 സ്റ്റാർ വന്നു. 97, 98, 99, 100% നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചലഞ്ചിന് നമ്മൾ 3 സ്റ്റാർ ആക്കിയിട്ടുണ്ട്. സോ ഇനി എന്തായാലും നമ്മൾ നെക്സ്റ്റ് ആർമിയൊക്കെ പരിചയപ്പെടുത്താം. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ എയർ അറ്റാക്ക് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് 3 സ്റ്റാർ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഗ്രൗണ്ട് അറ്റാക്ക് ആകുമ്പോഴാണ്. സോ നോക്കുകയാണെങ്കിൽ അത് ആർമി ജസ്റ്റ് ഫ്രണ്ട്ലി ആർമിയാണ് ഇത് ഞാൻ അറ്റാക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ജസ്റ്റ് ആർമിയൊന്ന് ആദ്യം കോപ്പി ചെയ്യുകയാണ്. സോ നോക്കുകയാണെങ്കിൽ അടുത്ത ചലഞ്ച് സെയിം ബേസ് തന്നെ ഞാൻ ചലഞ്ച് ഇടുകയാണ്. നോക്കുകയാണെങ്കിൽ സ്കൗട്ട് ചെയ്തു നമ്മളത് അറ്റാക്ക് എടുക്കുകയാണ്. സോ നമ്മൾ ഇൻട്രോ ഒന്നുമില്ല, സിമ്പിളാണ്. 2 വിച്ചസിനെ 2 സൈഡിലായിട്ട് ഇറക്കി വിടുക. ഇപ്പുറത്തും അതേപോലെ 2 വിച്ചസിനെ ഇറക്കി വിടുക. ജസ്റ്റ് ഫാണൽ ചെയ്യുക, പ്രോപ്പറായി ഫാണൽ ചെയ്യുക. ഇത് ഈ ഔട്ടർ ബിൽഡിങ്സൊക്കെ തന്നെ നമ്മൾ വിച്ചസാണ് എടുത്ത് തരിക. സോ എന്തായാലും നമ്മൾ ഈ ബാക്കിയുള്ള 2 ഗോളത്തിന് ഇറക്കി കൊടുക്കുക. സോ അത് നല്ല ഷീൽഡായിട്ട് ആക്ട് ചെയ്യും. സോ റെസ്റ്റ് ഓഫ് ദ ആർമി ഇതേ സെൻട്രലായിട്ട് അങ്ങ് ഇറക്കി കൊടുക്കുകയാണ്. എല്ലാം പെട്ടെന്ന് തന്നെ ഇറക്കി കൊടുക്കാൻ ട്രൈ ചെയ്യുക. സോ നമ്മൾ ലോഗ് ലോഞ്ചർ, കിങ്, ക്വീൻ എല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് കോറിലോട്ട് ഇറക്കി കൊടുക്കുക. സോ നമ്മൾ CC ഒന്ന് ട്രിഗർ ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. CC ട്രിഗർ ആകുമ്പോൾ ആക്ച്വലി CCയും എക്സ്ബോസും ചേർത്ത് ഫ്രീസ് ചെയ്ത് ഒരു പോയിസൺ സ്പെല്ലിട്ട് കൊടുക്കുക. ആക്ച്വലി അപ്പോൾ നമ്മുടെ ആർമിക്ക് അത്യാവശ്യം ഡാമേജ് കുറഞ്ഞ് കിട്ടും. സോ ജസ്റ്റ് ഒരു ഹീൽ സ്പെൽ ആൻഡ് 1 റേജ്. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ക്വീൻ അടുത്ത് കയറിയുണ്ട്. സോ കിങ്ങിൻ്റെ എബിലിറ്റി ട്രിഗർ ചെയ്തു, ക്വീൻ്റെ ട്രിഗർ ചെയ്തു. സോ CC വന്നിട്ടുണ്ട്. സോ അഗെയിൻ സെൻട്രലായിട്ട് ആക്ച്വലി നമ്മളത്
ലെഫ്റ്റ് ആയിട്ടുള്ള 2 സ്പെൽസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. സോ ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ജംപ് സ്പെൽ ഇറക്കി കൊടുത്തു. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആർമി എല്ലാം തന്നെ ആ സൈഡിലോട്ട് പോകും. സോ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മുടെ വിച്ചസ് 2 ബോണസ് വന്നിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് നമുക്ക് എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആക്ച്വലി നമുക്ക് ഈ ഒരു ആർമിയിൽ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ നമ്മുടെ വിസാ ടവേഴ്സ് ആണ്. കാരണം ആക്ച്വലി അത് സ്പ്ലാഷ് ഡാമേജസ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വിസാ ടവേഴ്സ് ഡാമേജ് ഇടുന്നതാണ്. സോ ലാസ്റ്റ് വിസാ ടവർ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ആർമി എടുത്ത് തരും. സോ ഗൈസ് എന്തായാലും 3 സ്റ്റാർ വന്നിട്ട് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ 93% ആയിട്ടുണ്ട്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ ആർമിയും തന്നെ ലൈവായി നിൽക്കുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വീൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ലൈവാണ്. 99% ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇറ്റ്സ് 3 സ്റ്റാർ. സോ ഗൈസ് എന്തായാലും ആക്ച്വലി 2 ആർമിയെ പരിചയപ്പെടുത്തി. നോക്കുകയാണെങ്കിൽ ഒന്ന് വന്നിട്ട് എയർ അറ്റാക്ക് സ്ട്രാറ്റജിയാണ്, ഒന്ന് ഗ്രൗണ്ട് അറ്റാക്ക് സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി TF10 നല്ല പവർഫുൾ ആർമീസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 ആർമീസും കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ എയർ അറ്റാക്കിൽ പറയാം. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ഡിഫൻസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പെൽസ് വെച്ച് എടുക്കാൻ പറ്റത്തില്ല. കാരണം ആക്ച്വലി നമ്മുടെ സ്പെല്ലിൻ്റെ ഡാമേജ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എയർ ഡിഫൻസിൻ്റെ 8 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ രീതിക്ക് ആക്ച്വലി മിസ്മാച്ച് വരും. സോ 4 ലൈറ്റിംഗ് സ്പെൽസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ആക്ച്വലി നമ്മുടെ എയർ ഡിഫൻസ് എടുക്കാൻ പറ്റൂ. സോ നമ്മൾ 3 സ്പെൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ആർമി കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാബ്ഡ്രാഗനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ബട്ട് അഡ്വാൻറ്റേജ് എന്താ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ഹീറോസ് മാക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മാക്സ് ആവാനായിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ഹീറോസിനെ വെച്ച് തന്നെ നമ്മൾ സിമ്പിളായിട്ട് എയർ ഡിഫൻസിനെ കട്ട് ചെയ്യും. നമ്മൾ ബാക്കിയുള്ള ആർമീസിനെല്ലാം തന്നെ കോർപ്പസ് ചെയ്ത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഏത് ബേസും 3 സ്റ്റാർ എടുക്കാൻ പറ്റുന്ന ഒരു ആർമിയാണ് ഇത് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പരിചയപ്പെടുത്തുന്ന നമ്മൾ ഗ്രൗണ്ട് ആർമി, അതായത് നമ്മുടെ വിച്ചസും ബോളേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ആർമി. ആർമിയുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതൊരു മൾട്ടി ഇൻഫർനോസ് ഉള്ള ബേസിൽ ഒരിക്കലും ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു ആർമിയാണ്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, നമ്മൾ ബൗളേഴ്സ് ആൻഡ് വിച്ചസ് രണ്ടും തന്നെ ആക്ച്വലി അത്യാവശ്യം ഹെൽത്ത് ഉണ്ടെങ്കിലും പക്ഷേ ഹെൽത്ത് കുറവുള്ളൊരു ട്രൂപ്സ് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ പെക്ക ബാക്കി ഗോളം മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി ഹെൽത്ത് കുറവുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ സ്പോൺ ചെയ്യുന്ന സ്കെൽസ് അത് ആക്ച്വലി മൾട്ടിനോസ് സിമ്പിളായിട്ട് തന്നെ കൊല്ലുന്നതാണ്. സോ ആക്ച്വലി ഈ ആർമി ഒരിക്കലും മൾട്ടി ഇൻഫർട്ടൻസ് ഉള്ള ബേസിൽ ട്രൈ ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആർമിയുടെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഏത് ബേസും സിമ്പിളായിട്ട് നമുക്ക് 3 സ്റ്റാർ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഫണൽ ചെയ്ത് കൊടുക്കുക ആൻഡ് റെസ്റ്റ് ഓഫ് ആർമി കോർ പുഷ് ചെയ്യുക. നേരത്തെ എയർ അറ്റാക്ക് സ്ട്രാറ്റജിയിലും പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് ജസ്റ്റ് ഫണൽ ചെയ്യുക, ബാക്കിയുള്ള ആർമിയെ കോർ പുഷ് ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ട് നമുക്ക് ഏത് ബേസും 3 സ്റ്റാർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ അതിനൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ഡിഫൻസ് ഒരു പ്രശ്നമേ അല്ല. ജസ്റ്റ് മെയിൻ ഡിഫൻസ് ആയിട്ടുള്ള നമ്മുടെ എക്സ്ബോസ് അതേപോലെ നമ്മുടെ വിസാ ടവേഴ്സ് ആണ് ആക്ച്വലി ഇതിൽ ആർമിയുടെ ഡിസഡ്വാൻറ്റേജിൽ പെടുന്നൊരു കാര്യം നോക്കുകയാണെങ്കിൽ സ്പ്ലാഷ് ഡാമേജിന് നമ്മൾ സിമ്പിളായിട്ട് എടുത്ത് കിട്ടണം. അതായത് നമ്മുടെ മൊർട്ടാസ് വിസാ ടവേഴ്സ് കാര്യങ്ങളൊക്കെ പക്ഷേ അതൊക്കെ സിമ്പിളായിട്ട് എടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏത് ബേസും 3 സ്റ്റാർ ചെയ്യാം. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. എന്തായാലും ഇത് 2 ആർമി കോമ്പസ് എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. ഇത് ബെസ്റ്റ് ആർമി കോമ്പസ് ആണ് കേട്ടോ. എൻ്റെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന 2 ആർമി കോമ്പോസ് ആണ്. ആൻഡ് ആക്ച്വലി ഞാൻ അറ്റാക്ക് എടുത്ത് കാണിച്ചു തന്നു എത്രത്തോളം പവർഫുൾ ആണെന്ന്. സോ എന്തായാലും എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ ആക്ച്വലി ട്രൈ ചെയ്യാറുള്ള എക്സ്പീരിയൻസ് വെച്ച് കമൻറ്റായിട്ടൊന്ന് അറിയിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.